ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചക്കിമോടെ വീട്ടിലോട്ട് പോകാനൊക്കെ കൊണ്ട് ഞാനും എൻ്റെ കിച്ചുമോനും ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് ബസ് കയറി കൈപ്പറ്റൂർ ഇറങ്ങി. കൈപ്പറ്റൂർ ജംഗ്ഷനിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് തുമ്പോണോട്ടുള്ള ബസ് വേണം കയറാൻ. അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾക്കുള്ള ബസ് നോക്കി. അതിൻ്റെ അപ്പുറത്ത് ഉണ്ടോ? ഞങ്ങൾക്ക് വണ്ടി വന്നില്ല കൂട്ടുകാരെ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോവാ. അത് തന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഈശോ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ നന്ദുവും ചക്കിമ്മയുടെ അച്ഛനും ചക്കിമ്മയുടെ വലിയച്ഛനും പഠിച്ച സ്കൂളൊക്കെ തുമ്പമൺ സ്കൂളിലാണ് അവർ പഠിച്ചത്. തുമ്പമൺ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുക. ഞാനും കുഞ്ഞും ബസ്സിനാണ് വന്നേ. മോൻ ഞങ്ങളെ ജംഗ്ഷനിൽ വരെ കൊണ്ടുവിട്ടു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ബസ്സിന് കയറി കൈപ്പറ്റൂർ ഇറങ്ങി. കൈപ്പറ്റൂന്ന് ബസ്സിന് കയറി തുമ്പമണ്ണ് ഇറങ്ങി. മോനെ വണ്ടി കൈ വെക്കാതെ കയ്യിലാ പൊടിയൊക്കെ കയ്യിലാവും. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ കടയിൽ കയറി 2-3 സേമിയായും പാലും ഒക്കെ വാങ്ങിച്ച് കുഞ്ഞിനൊരു വെള്ളവും വാങ്ങിച്ചു കൊടുത്ത് ഒരു മിഠായിയും വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കുക. ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും വന്നില്ല. അതെന്തോ കായാന്ന് അമ്മമ്മയ്ക്കും അറിയത്തില്ല. ഈ കായ അറിയാവുന്ന കൂട്ടുകാരൊന്ന് കമൻറ്റ് ഇടണേ. ചേച്ചി തൊടയിലൊക്കെ വിഷമായിരിക്കും. ഓ നേരെ നോക്കി വണ്ടി നേരെ നോക്കി. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് കൂട്ടുകാര്. എന്തോന്ന് അതാണോ? നേരെ വണ്ടി വരുന്നു നോക്കി. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാം. ഈ റൂട്ട് ബസ്സില്ല കേട്ടോ. ഉണ്ട്, എപ്പോഴൊക്കെ ഒരു നേരത്തെ കണ്ടേ ബസ്സുള്ളൂ. ഞങ്ങൾക്ക് കറക്റ്റ് ഇല്ല. ഇതിലേക്കൂടെ നേരെ കയറി നമ്മൾ അക്കരത്തും ഇറങ്ങും. അക്കരത്തും പോണ ആ വഴി നമുക്ക് പന്തളത്തൊക്കെ പോകാൻ പറ്റും. ഓമല്ലിക്കുറിച്ചിലൂടെ വരാൻ പറ്റും. ഇതിനിടയ്ക്കൂടെ അങ്ങോട്ട് 2 റോഡും കൂടെ ഒന്നിപ്പിക്കുന്നൊരു വഴിയാണിത്. ഇതിൽ ഞങ്ങളങ്ങനെ നടന്നു പോവാം. വാ, വെയിൽ. സ്കൂൾ ബസ് നമ്മളെ കൊണ്ടുപോകത്തില്ല. മത്തങ്ങ മഞ്ഞ കളറിലോ? എന്തോ അറിയില്ല. നടന്ന് ഞങ്ങൾ കുഴപ്പി കൂട്ടുകാരെ. ഞങ്ങൾ ആ വഴിയാണ് വന്നത്. ഇനി ഇതേ ഈ വഴി ഇങ്ങനെ പോകണം. പോയിട്ട് അപ്പുറത്തെ റോഡിൽ ചെല്ലാനും അവിടുന്ന് പിന്നെയും കുറച്ചുകൂടെ പോകണം. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. അമ്മമ്മ ചെറുപ്പം അവിടെ കൂടി ഞങ്ങൾ ക്ഷീണിച്ചു കൂട്ടുകാരെ. ക്ഷീണിച്ച് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ആ റോഡ് ഇങ്ങോട്ട് പോകുന്നു. അവിടെ വീട്ടിലോട്ടൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നു. വണ്ടി വരുന്ന റോഡല്ല കണ്ടോ? അങ്ങോട്ട് വണ്ടി നമ്മളെ വന്നത് അതിലേക്ക്. ഞാനും കുഞ്ഞും ക്ഷീണിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നു. കാരണം കയ്യിൽ ഇച്ചിരി ബാഗും ഉണ്ട്, പിന്നെ അതേ സാധനങ്ങൾ മേടിച്ചതുകൊണ്ട് പിന്നെ ബാഗും ഉണ്ട്. എനിക്ക് വയ്യ നടക്കാൻ. പണ്ടൊക്കെ തലച്ചവടെ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ നടന്നു പോവായിരുന്നു. ഇപ്പം ഒരു ചോട്ടടി 2 ചോട്ടടി നടക്കാൻ വയ്യ. പിന്നെ വേറെ എന്താണ്, പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു വിഷമക്കാര്യമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളെ എന്താ പറയുക, വിളിക്കുകയും പറയുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നവർ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വിളിക്കാതെയും പറയാതെയും സഹകരിക്കാതിരിക്കുമ്പം നമുക്കൊരു വിഷമം ഉണ്ടാവത്തില്ലേ? അപ്പം ആ ഒരു വിഷമം എനിക്കുമുണ്ട്. ഞാനങ്ങനെ എല്ലാവരെയും ഒന്നും അങ്ങനെ മനസ്സുകൊണ്ട് കൂട്ടായിട്ടാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് അങ്ങനെ ഒത്തിരി പേരെയൊന്നും കൂട്ടുകാരെനിക്കില്ല. അതുള്ളതിന് നമ്മൾ നല്ല സത്യസന്ധമായിട്ട് നല്ല രീതിക്കായിരിക്കും സഹകരിക്കുന്നത്. അല്ല ചുമ്മാ പേരിനുള്ളൊരു സഹകരണമോ അങ്ങനെയുള്ളൊരിതൊന്നും ഇല്ല. നമ്മൾ സഹകരിക്കുവാണെങ്കിൽ നല്ല നിലയിൽ നല്ല രീതിയിൽ സഹകരിക്കും. അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹിക്കും. അപ്പോൾ അതെല്ലാം ഒന്നും പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ എന്തിനാ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഒഴിവാകുന്നത്. പക്ഷേ ചിലരോടൊക്കെ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു സഹകരണം തോന്നും. ഒരു കൂടപ്പറപ്പായിട്ട്
അതൊരാണായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ നമുക്കതിൽ അവരോടൊരു നല്ലൊരു സഹകരണം, ഒരു കൂടപ്പിറപ്പിനെ പോലെ നമുക്ക് തോന്നും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു കൂടപ്പിറപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് ഒരാളുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ നമ്മൾ ചിന്തിച്ച് എന്താ പറയുക, നമ്മൾ ആരോടും വാവിട്ട് എന്താ പറയുക, ഒരു നേരത്തെ ആഹാരം പോലും ആരോടും വാവിട്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ചോദിച്ചിട്ടൊരു സാഹചര്യമില്ല. പക്ഷേ ഞാനാണെങ്കിൽ എന്തോ ഒരു സഹകരണം, നമ്മൾ ഫോൺ വഴി തന്നെ പരിചയപ്പെട്ടു. അപ്പോൾ എന്തോ ഒരു സഹകരണത്തിൽ എന്തോ എനിക്കൊരു അടുപ്പം തോന്നിയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇതുപോലെ എൻ്റെ കുഞ്ഞിന് പിറന്നാൾ വരുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് അറിഞ്ഞുകൂടെ, എന്തോ ഒരു അടുപ്പം തോന്നി. നമുക്കൊരു കൂടപ്പിറപ്പില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ അങ്ങനെ തോന്നി സ്നേഹിച്ചത്. അപ്പം നമുക്ക് കുറേ കൂട്ടുകാരുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരെയും ഒന്നും നമ്മളതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ പോലും നമ്പർ കൊടുക്കാതെ എൻ്റെ നമ്പർ ഒപ്പിച്ച് എന്നെ വിളിച്ച് സഹകരിക്കുകയും പറയുകയും ചെയ്തു. അവരൊക്കെ പിന്നീട് വിളിയില്ല, സഹകരണമില്ല, പിന്നെന്താ വീഡിയോയിൽ കമൻ്റ് ഇല്ല, കാര്യങ്ങളില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കെന്തോ ഒരു വിഷമം കേട്ടോ. എനിക്കതൊക്കെ വിഷമമാണ്. ഞാനങ്ങനെ എല്ലാവരെയും ഒന്നും അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളുമല്ല. അപ്പം നമുക്ക് എന്തോ ഒരു ഉള്ളിലൊരു എന്തായിരിക്കും, അല്ല നമ്മുടെ ഭാഗത്ത് എന്ത് തെറ്റുകൊണ്ടാണ്, എൻ്റെ ചിന്ത അതാണ് കേട്ടോ. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ, അല്ല എന്തെങ്കിലും കാരണമാണോ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകും. അപ്പോൾ എന്താ കാര്യം നമുക്കറിയില്ല. പക്ഷെ അവരൊക്കെ, എനിക്കാണെങ്കിൽ എൻ്റെ ലൈവിൽ തന്നെ ആണെങ്കിലും സ്ഥിരം വരുന്നവർ വന്നില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ പോട്ടെ, അവരൊന്നും വന്നില്ല, അല്ല 2 ദിവസം വന്നില്ല, ഒരാഴ്ചയൊക്കെ വന്നില്ലെങ്കിൽ ഞാനിങ്ങനെ ഓർക്ക് എന്ത് പറ്റി, അവർക്ക് എന്തെങ്കിലും ആണോ, എന്ത് കാരണമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവരിതിന് വരുമ്പോൾ ഞാൻ പറയും, മക്കൾ നിങ്ങളിതിൽ വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈവിൽ പോകുന്നതെന്ന് അറിഞ്ഞാലും മതി, നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇത് വന്നില്ലെങ്കിലും ഒരിതുണ്ടായിരുന്നു. എൻ്റെ മോൻ വന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്ന കണ്ടോണ്ട് പിന്നെ വണ്ടി തിരിക്കാൻ പോയി. വണ്ടി തിരിച്ചോണ്ട് വരട്ടെ. ആടറാ ബസ് വരുന്നടാ. അതേ വല്ലപ്പോഴൊരിക്കൽ ബസ്സുണ്ടെന്ന് പറഞ്ഞതേ ഈ ബസ്സാണ് കേട്ടോ. ഈ ബസ്സാണ് വല്ലപ്പോഴൊരിക്കലുണ്ടെന്ന് പറഞ്ഞ ബസ്. അയ്യോ, ഞങ്ങളിവിടെ വരെ നടന്നടേ, പിന്നെ അങ്ങ് മടിച്ച് വെയിൽ. അങ്ങനെ നമ്മൾ ചക്കിമോടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് നമ്മൾ സേമിയ പായസം വെക്കുവാണേ. അങ്ങനെ പായസം അടുപ്പിലിരിക്കുന്നു. പിന്നെ ചായ ഇട്ട് വെച്ചു. എനിക്കങ്ങ് വിശക്കുക. രാവിലെ പൊതി കെട്ടിയിട്ടേ രാവിലെ ഒന്നും കഴിക്കുന്ന 5-6 ബിസ്ക്കറ്റും ഒരു ചായയും കുടിക്കുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പൊതി കെട്ടുന്ന രീതിയിലാവുകൊണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നിൽക്കത്തില്ല. അപ്പം അങ്ങനെ പോകാൻ നേരം ആകുമ്പോഴാണ് പിന്നെ ഇച്ചിരി അപ്പോഴേ നമ്മളങ്ങ് വെച്ചുന്നൊരിതാവും. അപ്പം അന്നേരം പിന്നെ ഇച്ചിരി ചോറ് ഒരു പിടി ചോറ് വെപ്രാളമല്ലേ, അപ്പോൾ ആ ഒരു പിടി ചോറ് വരത്തില്ലെന്ന്. അതെന്ന് വെച്ചാൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ തിന്നില്ല. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ച് നനച്ച് പിന്നെ പിള്ളേരെയും കൊണ്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു. എനിക്കങ്ങ് വിശക്കുക. പിന്നെ അച്ചപ്പം വെള്ളം കുടിക്കുക. എനിക്ക് ചോറ് തിന്നണം കൂട്ടുകാരെ, അതേ പറ്റുള്ളൂ. പിന്നെ ഞാൻ മോൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു വിട്ടു, അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി, മരുമോടെ വീട്ടിലോട്ട്, ചക്കിയുടെ അമ്മ വീട്ടിൽ. ഞാൻ അവനെ പറഞ്ഞു വിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് ഇച്ചിരി ചോറിന് എടുത്തോണ്ട് എനിക്ക് വയ്യ, നിൽക്കാൻ വിശന്ന്. ഇനി ചോറൊക്കെ വെന്ത് വരുമ്പോഴത്തേന് ഒത്തിരി സമയമാവും. അത്രയും വരെ ഒന്ന് പിടിച്ചേക്കുള്ള ശേഷിയില്ല. അപ്പം ഇത് ഞാൻ ഇങ്ങനെ തിന്നേ ഉള്ളൂ. എനിക്ക് ചോറ് തിന്നാലേ എൻ്റെ വയറ് നിറയത്തുള്ളൂ. ഒരുപിടി ചോറ് തിന്നുന്ന പോലെ ആവത്തില്ല. ആരുണ്ടായിരുന്നു ഇവിടെ? ആരുണ്ടായിരുന്നു? കവർന്ന് പിടിച്ചടി. പണിക്ക് പോയില്ലേ? നീ എന്നെന്തോ പറഞ്ഞ? അല്ല, ചോറെടുത്തപ്പോ എനിക്കില്ല മറ്റേ എൻ്റെ ഫോണിൻ്റെ കൂട്ടൊന്നും ഇതിനകത്ത് വീഡിയോ എടുക്കാനും അറിയുന്നില്ല, ഇടാനും അറിയുന്നില്ല. ഇങ്ങനെയൊക്കെയോ ഇളക്കമോനെ, അത് അടിക്ക് പിടിക്കൂടാ മുണങ്ങാ. ഇച്ചിരി കഴിഞ്ഞിട്ട് കുളിക്കാം, വൈകുന്നേരം ആകുമ്പോൾ കുളിക്കാം. മോനെ നിനക്ക് ചോറ് തട്ടേച്ചിരി. നമ്മൾ വൈകിട്ടേ പോകത്തുള്ളൂ. ചോറ് തട്ടേച്ചിരി, ചോറ് തട്ടേ. എന്താ മക്കളെ മൊത്തം ഇട്ടു. ഇച്ചിരി ഒന്ന് കുറുകിയിട്ട് പാല് ബാക്കി ഒഴിക്കാം. ഞാൻ ചോറ് തിന്നട്ടെ. ഉപ്പില്ല.
കാന്താരി ഇത് പഞ്ചാരി എന്നുള്ളത് ഇതൊരു സെയിം മതി 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 കാല് പിടിക്കുന്ന മതി അടുത്ത ബൈക്ക് വരും ഒരു കാന്താരി വേണമായിരുന്നു വരിയില്ല കാന്താരിയും പച്ചമുളകും രണ്ടിനുണ്ട കാന്താരിയും പച്ചമുളകും രണ്ടിനുണ്ട കൈയൊക്കെ അരിയിരിക്കുന്നില്ല ഇവിടെ കണ്ട് എന്നാ അഞ്ഞിമ്മ ഒരു വേദന ബാ അതിന് അരിയാഹാരം പറ്റത്തില്ല അതിന് വല്ല ബിസ്ക്കറ്റും അപ്പം ഒക്കെ ഉണ്ടല്ലോ പറ്റും ഈ ജന്തുക്കളെ ഇവിടെ കിടന്ന് വിളിയോടെ വിളിയാ ഞാൻ എടുപ്പ് അതെന്തായിരുന്നു കുടുപ്പ് മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുകിലോട്ടം കൊട്ടും പാട്ടും കുഴകുഴൽ അതെന്റെ സ്വഭാവത്തിൽ പുത്തം കിട്ടുമ്പോഴേ ഒന്ന് ഇടണമെന്നുള്ളതാണ്. ഇത് ഒന്ന് പിടിക്കണമെന്ന് തോന്നുമ്പോഴത്തേനോട്ട് ചളിക്കാൻ പനി പനി. ഞങ്ങളിവിടെ അമ്മയും മക്കളും തിരക്കി നടക്കുക. അമ്മയും മക്കളും കൂടെ താഴെ എങ്ങാണ്ട് പോയേക്കുമായിരുന്നു. ആ പിന്നെ ഞങ്ങൾ തിരിച്ചു കഴിഞ്ഞ് 2 വട്ടം ഇവിടെ തിരക്കിട്ട് പോയി, കണ്ടില്ല. പെരടെ മടക്കി ഇങ്ങനെ പോയെന്നു എന്റെ കുഞ്ഞ്. പിന്നെ ഞങ്ങള് പിന്നെ സംശയത്തിൽ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ കൊണ്ട് താഴെ ഒന്നിരിക്കില്ല വർത്താനം കേൾക്കുന്നു. ഓഹൈ കേറുന്നില്ല. അത് തന്നെ സിബക്കിട്ട് ഉടുപ്പിന്റെ കളർ കണ്ടത് എന്ത് മേടിച്ചേട്ടാ. അപ്പയെ കൊണ്ട് കാണിക്ക് പോ. അപ്പയെ കാണിക്ക. കുളിക്കാം. അങ്ങോട്ട് ഇവിടെ പോവാന്ന് പോകുന്നു. ഇങ്ങനെ അപ്പം കൊണ്ട് കൊടുക്കാം. കുഞ്ഞിന്റെ നെറ്റിക്ക് മുഖത്ത് സർക്കസുകാരനാ മോനെ. കറക്റ്റ് അളവാണല്ലോ അവിടെ. അതിനോടെ അങ്ങനെ ഇരിക്കുന്നേ ആന്നോ? നിങ്ങൾ കഥകളിക്കാരാന്നോടെ?
ചക്കയുടെ മുടി ചെയ്യ ചെയ്യുന്നുണ്ട്. ചക്കയൊക്കെ അവരുടെ വീട്ടിൽ പായസം കൊണ്ടു കൊടുക്കാൻ പോവാണ്. ചക്കി ടാറ്റ, ചക്കി ടാറ്റ, ടാറ്റ താ മമ്മിക്ക്, ടാറ്റ താടി ചട്ടമ്പി. ആ ആ അങ്ങ് പോയിരുന്ന ടാറ്റ കാണിക്കുന്നു. ആ ആ മൂക്കിക്കളാണ്ട് ഒഴുകി വരുന്നു. ഓ ഇന്നലെ വന്ന് അവിടെ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ മൂത്ത മരുമോളും മോനും ജോലിയൊക്കെ കഴിഞ്ഞ് അവരും വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് പായസമൊക്കെ കുടിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ കമൻറ്റ് ഇടണേ. കളയാൻ സ്ഥലമില്ല.